മൊപ്ടെക്കിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ കഴിഞ്ഞൊരു വീഡിയോയിൽ നമ്മൾ ഡിസ്കഷൻ ചെയ്തിട്ടുണ്ടായിരുന്നത് റൗട്ടർ കോൺഫിഗറേഷനെ കുറിച്ചിട്ടും അതുപോലെ തന്നെ എന്താണ് റൗട്ടർ എന്നുള്ളൊരു ചെറിയ ഐഡിയ കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നമ്മൾ ആ ക്ലാസ്സിൽ തന്നെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അല്ലെങ്കിൽ ആ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമുക്ക് ഇനി റൗട്ടർ കോൺഫിഗറേഷൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഇനിയൊരു നെറ്റ്വർക്ക് കണക്ടിവിറ്റിയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എടുക്കുന്ന സമയത്ത് നമുക്ക് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ് IP അഡ്രസ്സ്, അതുപോലെ തന്നെ MAC അഡ്രസ്സ്. ഓക്കെ, അപ്പോൾ എന്താണ് MAC അഡ്രസ്സ് എന്നുള്ളതാണ് ആദ്യം നമുക്ക് നോക്കേണ്ടത്. MACൻ്റെ ഫുൾ ഫോം ആണ് മീഡിയ ആക്സസ് കൺട്രോൾ എന്ന് പറയും. MAC മീഡിയ ആക്സസ് കൺട്രോൾ ആണ്. സോ ഇതൊരു അഡ്രസ്സാണ്. ഈ MAC അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഫിസിക്കൽ നെറ്റ്വർക്ക് ഡിവൈസസ്, അതായത് ഫിസിക്കലി നമ്മൾ കണക്ട് ചെയ്തിരിക്കുന്ന ഒരു നെറ്റ്വർക്ക് പോർട്ടിലേക്ക് ഉള്ള ഒരു യുണീക്ക് ID നമ്പറാണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്, ഒരു യുണീക്ക് ID നമ്പർ. സോ MAC അഡ്രസ്സ് നമ്മൾ ഒരു സെക്ഷൻ നോക്കുകയാണെങ്കിൽ ഒരു 6 ഒക്ടക്റ്റ് ആണ് അതിനകത്ത് വരുന്നത്. 6 ഒക്ടക്റ്റ് ഉണ്ടായിരിക്കും ആ ഒരു അഡ്രസ്സിനകത്ത്. MAC അഡ്രസ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യുന്നത് അല്ലെങ്കിൽ എങ്ങനെയാണ് MAC അഡ്രസ്സ് കാണുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ കഴിഞ്ഞ വീഡിയോസിൽ പറഞ്ഞ പോലെ തന്നെ IP കോൺഫിഗ് എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഓരോ സിസ്റ്റത്തിൻ്റെയും MAC അഡ്രസ്സ് എന്താണെന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. സോ MAC അഡ്രസ്സ് സംബന്ധിച്ചിടത്തോളം MAC അഡ്രസ്സ് എന്ന് പറഞ്ഞൊരു ഫിസിക്കൽ അഡ്രസ്സാണ്. അതിനകത്ത് നമുക്ക് വരുന്നത് ഓർഗനൈസേഷൻ യൂണീക്ക് ഐഡൻറ്റിഫൈ നമ്പർ, അതുപോലെ തന്നെ നെറ്റ്വർക്ക് ഇൻ്റർഫേസസ്, NIC എന്ന് പറയുന്ന നെറ്റ്വർക്ക് ഇൻ്റർഫേസസ് കൺട്രോൾ. ഓക്കെ, സോ ഈ ഒരു അഡ്രസ്സ്, ഇങ്ങനെയുള്ളൊരു ഫിസിക്കൽ അഡ്രസ്സ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു ഡിവൈസുകളെ പ്രോപ്പറായിട്ട് സ്കാൻ ചെയ്യാനും ട്രേസ് ചെയ്യാനും ഒക്കെ പറ്റുള്ളൂ. ഇപ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന ഓരോ സിസ്റ്റങ്ങളിലും, ഇപ്പോൾ നെറ്റ്വർക്കിൽ കണക്ട് ചെയ്തിരിക്കുന്ന സെപ്പറേറ്റ് ഓരോ ഡിവൈസസുകൾക്കൊക്കെ എപ്പോൾ വേണമെങ്കിലും IP അഡ്രസ്സ് ചേഞ്ച് ചെയ്യാൻ പറ്റും. സോ ഈ MAC അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത, ഒരു ഫിസിക്കലി ആയിട്ട് നമ്മൾ ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു അഡ്രസ്സാണ്. കാരണം ആ ഒരു ഫിസിക്കൽ അഡ്രസ്സ് എന്ന് പറയുന്നത് ശരിക്കും ആ പോർട്ടിനകത്ത് തന്നെ നമുക്കത് ഐഡൻറ്റിഫൈ ചെയ്യുന്നൊരു അഡ്രസ്സും കൂടിയാണ് MAC അഡ്രസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. സോ ഈ MAC അഡ്രസ്സ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിൻ്റെ ഒരു പോർട്ടിനെ കുറിച്ച് നമുക്ക് ജസ്റ്റ് ഒന്ന് പറയുകയാണെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ നമ്മൾ വൈഫൈ കണക്ട് ചെയ്തിരിക്കുന്ന ഡിവൈസസ് ഉണ്ടായിരിക്കും. ഇപ്പോൾ മൊബൈൽ ഫോൺ ആണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ വൈഫൈ ആണ് അവൈലബിൾ ആയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലൊക്കെ വൈഫൈ പോർട്ട്സുകൾ അവൈലബിൾ ആണ്, അത് വൈഫൈ കണക്ടിവിറ്റി ആയിരിക്കും. ഇനി ഇതല്ലാതെ തന്നെ നമുക്ക് ഇൻ്റർനെറ്റ് കണക്ഷനുമായി ബന്ധപ്പെട്ട കാര്യമാണെന്ത് LAN പോർട്ട് എന്ന് പറയും, ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് പോർട്ട്, അല്ലെങ്കിൽ NIC എന്ന് പറയും. ഓക്കെ, സോ ഈ LAN പോർട്ട് നമുക്ക് നോക്കുന്ന സമയത്ത് അവിടെ നമുക്ക് 2 രീതിയിലുള്ള LAN പോർട്ടുകൾ അവൈലബിൾ ആയിട്ട് നമുക്ക് കാണപ്പെടുന്നുണ്ട്. ഒന്ന് നമുക്ക് ഇൻറ്റേർണൽ LAN എന്ന് പറയും, അതുപോലെ തന്നെ എക്സ്റ്റേണൽ LAN പോർട്ട് എന്ന് പറയും. സോ എന്താണ് ഇൻറ്റേർണൽ ആൻഡ് എക്സ്റ്റേണൽ? സോ ബോർഡിൽ തന്നെ അറ്റാച്ച്ഡ് ആയിട്ട് നിൽക്കുന്ന പോർട്ടിനാണ് നമ്മൾ ഇൻറ്റേർണൽ എന്ന് പറയുന്നത്. ഓക്കെ, ബോർഡിൽ ഇപ്പോൾ എക്സാമ്പിൾ ഒരു മദർ ബോർഡിൽ തന്നെ നമ്മുടെ നെറ്റ്വർക്ക് പോർട്ട് അവൈലബിൾ ആണെന്നുണ്ടെങ്കിൽ അതൊരു ഇൻറ്റേർണൽ LAN പോർട്ട് ആയിരിക്കും. ഇനി എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, എക്സാമ്പിൾ നമുക്ക് LAN പോർട്ട് അവൈലബിൾ അല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും കാർഡ് ഉപയോഗിച്ച് നമ്മൾ LAN കാർഡ് ഇൻസ്റ്റാളേഷൻ ചെയ്യാറുണ്ട്. നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് എന്ന് പറയും, NIC എന്നാണ് നമ്മൾ അതിനെ വിളിക്കുന്നത്, വേറൊരു പേര്. സോ ഈ NIC കാർഡ് നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യാറുണ്ട്. ആ NIC കാർഡ് നമ്മൾ ഇപ്പോൾ സാധാരണ ഒരു സിസ്റ്റം, സർവർ സിസ്റ്റത്തിലാണെങ്കിലും അല്ലെങ്കിൽ ഡെസ്ക്ടോപ്പ് സിസ്റ്റത്തിലൊക്കെ ആണെങ്കിൽ നമ്മളവിടെ PCI Express പോലുള്ള സ്ലോട്ടുകൾ കണക്ട് ചെയ്തിട്ടായിരിക്കും ഈ NIC കാർഡുകൾ, അഡീഷണൽ ആഡ് ഓൺ കാർഡ്സുകളൊക്കെ നമ്മൾ ഇൻസ്റ്റാളേഷൻ ചെയ്യുന്നുണ്ടാവുക. ഇനി അതിന് വേണ്ട സെപ്പറേറ്റ് ആയിട്ടുള്ള സോഫ്റ്റ്വെയർസുകൾ നമ്മൾ മസ്റ്റായിട്ട് ഇൻസ്റ്റാളേഷൻ ചെയ്തേ പറ്റുള്ളൂ, എന്നാൽ മാത്രം അത് പ്രോപ്പറായിട്ടുള്ളൊരു വർക്കിംഗ് കണ്ടീഷനിലേക്ക് എത്തുള്ളൂ. ഒരു പ്ലഗ് ഇൻ പ്ലേ ഡിവൈസ് ആണെങ്കിൽ പോലും, അല്ലെങ്കിൽ ഒരു പ്ലഗ് ഇൻ പ്ലേ കാർഡ് ആണെങ്കിൽ പോലും, ഇത് പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള സോഫ്റ്റ്വെയർസ് മസ്റ്റായിട്ട് നമ്മൾ അതിനകത്ത് ഇൻസ്റ്റാളേഷൻ ചെയ്യണം. ഒപ്പം തന്നെ LAN കാർഡിൻ്റെ ഇൻറ്റേർണൽ കേസ് കഴിഞ്ഞാൽ അടുത്തതാണ് എക്സ്റ്റേണൽ എന്ന് പറയുന്നത്. സോ എക്സ്റ്റേണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് സെപ്പറേറ്റ് ആയിട്ട്, ഫോർ എക്സാമ്പിൾ നമുക്കിപ്പോൾ USB ടു LAN കാർഡിനെ കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന USB ഇൻ്റർഫേസ് ആയിട്ടുള്ള സപ്പോർട്ട് ചെയ്യുന്ന LAN പോർട്ടുകൾ അവൈലബിൾ ആണ്. സോ അതൊരു എക്സ്റ്റേണൽ പർപ്പസിന് വേണ്ടി ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനെ എക്സ്റ്റേണൽ ആയിട്ടുള്ള LAN കാർഡ്സുകളും നമുക്ക് എന്താണ് അവൈലബിൾ ആണ്. ഇനി ഏതൊരു നെറ്റ്വർക്ക് ഇൻ്റർഫേസ് കാർഡ് നമ്മൾ നോക്കുകയാണെങ്കിലും അതിനകത്ത് ഉപയോഗിക്കുന്ന അഡ്രസ്സാണെങ്കിൽ MAC അഡ്രസ്സ് എന്ന് പറയും. സോ നിങ്ങൾക്ക് MAC അഡ്രസ്സ് ട്രേസ് ചെയ്യുന്നത് 2 രീതിയിൽ നിങ്ങൾക്ക് നോക്കാം. എപ്പോഴും MAC അഡ്രസ്സ് നമ്മൾ നോട്ട് ചെയ്യുന്നത് ഏറ്റവും ബെറ്ററാണ്. കാരണം ഇൻ കേസ് നമ്മുടെ പ്രൊഡക്റ്റുകൾ എന്തെങ്കിലും മിസ്സിങ് ആയി കഴിഞ്ഞാൽ നമ്മൾ അഡ്രസ്സ് നമ്മൾ ഫൈൻഡ് ചെയ്യുന്നത്
നമ്മളെന്താണ് ഈ MAC അഡ്രസ്സ് വെച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഡിവൈസ് എവിടെയാണെന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് ട്രാക്ക് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, സോ ഇത് കാണാൻ വേണ്ടി ഉപയോഗിക്കുന്ന കമൻ്റാണ് ipconfig എന്ന് പറയുന്ന കമൻറ്റ്സ് യൂസ് ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ ipconfig അല്ലെങ്കിൽ ipconfig/all എന്ന് പറയുന്ന ഒരു കമാൻഡ് യൂസ് ചെയ്യാം. ഓക്കെ, ഈ രണ്ട് കമാൻഡ്സ് നമുക്ക് സെയിം, അതായത് IP അഡ്രസ്സുകളെ കുറിച്ചിട്ടും നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന ഫിസിക്കൽ അഡ്രസ്സുകളെ കുറിച്ചിട്ടും ഉള്ള ഇൻഫർമേഷൻസ് അറിയാൻ വേണ്ടിയിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇത് ഉപയോഗിക്കുന്നത്. ഓക്കെ, സോ MAC അഡ്രസ്സിൻ്റെ കേസ് അത്രേ ഉള്ളൂ. നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റാത്തൊരു അഡ്രസ്സും കൂടിയാണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. നമുക്ക് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു കണക്ടിവിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് യൂണികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻസ് നമുക്ക് നടക്കാറുണ്ട്. യൂണികാസ്റ്റ് കമ്മ്യൂണിക്കേഷൻ്റെ കാര്യങ്ങൾ നമ്മൾ കഴിഞ്ഞൊരു വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ മൾട്ടികാസ്റ്റിംഗ് സപ്പോർട്ടാണ്, അതായത് 1 to 1 ആൻഡ് 1 to ഗ്രൂപ്പ്സ് കമ്മ്യൂണിക്കേഷൻസ് ഒക്കെ ചെയ്യാൻ പറ്റുന്നൊരു കാർഡും കൂടിയാണ് ഈ ലാൻഡ് കാർഡ്, അല്ലെങ്കിൽ ഈ അഡ്രസ്സും കൂടിയാണ് MAC അഡ്രസ്സ് എന്ന് പറയുന്നത്. അതോടൊപ്പം തന്നെ നമുക്ക് ഇനി IP അഡ്രസ്സ് എന്താണ്, ഐപിയുടെ ഫുൾ ഫോം എന്ന് പറയുന്നത് ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോൾ എന്നാണ് ഐപിയുടെ ഫുൾ ഫോം. നമുക്ക് നമ്മുടെ ഒരു ഡിവൈസ് ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഗ്ലോബലി നമുക്ക് കുറച്ച് പ്രോട്ടോകോൾസുകൾ നമ്മൾ മസ്റ്റായിട്ട് കീപ്പ് ചെയ്തേ പറ്റുള്ളൂ. അല്ലാതെ ഒരിക്കലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഇൻ്റർനെറ്റുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ നമ്മുടെ ലാപ്ടോപ്പ് നമ്മളൊരു ഇൻ്റർനെറ്റുമായിട്ട് കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അവിടെ നമ്മൾ മസ്റ്റായിട്ട് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന ഒരു കാര്യമാണ് പ്രോട്ടോകോൾ. മസ്റ്റായിട്ട് നമ്മളത് പാലിച്ചിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നത്, കണക്ട് ചെയ്യുന്നുണ്ടാവുക. സോ ആ കണക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്, IP അഡ്രസ്സാണ്. IP എന്ന് പറഞ്ഞാൽ ഇൻ്റർനെറ്റ് പ്രോട്ടോകോൾ. IP അഡ്രസ്സ് നമ്മൾ ക്ലാസിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട്. A ക്ലാസ്, അതുപോലെ തന്നെ B ക്ലാസ്, C ക്ലാസ്, D ക്ലാസ് ആൻഡ് E ക്ലാസ് എന്നിങ്ങനെ ക്ലാസിഫിക്കേഷൻ ചെയ്തിട്ടുണ്ട്. സോ IP അഡ്രസ്സിനെ നമ്മളെ സംബന്ധിച്ചിടത്തോളം 32 ബിറ്റ് അഡ്രസ്സാണ് IP അഡ്രസ്സ് എന്ന് പറയുന്നത്. യൂണിക് നമ്പറിങ് സിസ്റ്റംസ് കൂടിയാണ്. സോ ഈ IP അഡ്രസ്സ് നമുക്ക് 2 വേർഷൻസുകൾ നമുക്ക് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഒന്ന് IP വേർഷൻ 4 എന്നും ഒന്ന് IP വേർഷൻ 6 എന്നും പറയും. ഓക്കെ, അതുപോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു ഓവർവ്യൂ ആണ് ഞാൻ പറയുന്നത്. IP അഡ്രസ്സുകൾ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്നത് ക്ലാസ്സുകൾ അടിസ്ഥാനമാക്കിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, കോൺഫിഗറേഷൻ ചെയ്യുന്നുണ്ടാവുക. സോ A ക്ലാസ്സിലാണെങ്കിലോ അല്ലെങ്കിൽ B ക്ലാസ്സിലാണെങ്കിലോ C ക്ലാസ്സിലാണെങ്കിലോ D ക്ലാസ്സിലാണെങ്കിലോ E ക്ലാസ്സിലാണെങ്കിലോ ഈ ക്ലാസ്സുകൾ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് നമ്മൾ നെറ്റ്വർക്ക് കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ്ലി കോൺഫിഗറേഷൻ ചെയ്തിട്ടുണ്ടാവുക. സോ ഈ IP അഡ്രസ്സുകളെ നമുക്ക് അറിയണമെന്നുണ്ടെങ്കിലും അല്ലെങ്കിൽ IP അഡ്രസ്സിൻ്റെ ഇൻഫർമേഷൻ എന്താണെന്ന് അറിയണമെന്നുണ്ടെങ്കിലും നമ്മൾ നേരത്തെ പറഞ്ഞ സെയിം കമൻറ്റ്സ് ആണ് ipconfig/all അല്ലെങ്കിൽ ipconfig എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ആ സിസ്റ്റത്തിനകത്തുള്ള IP അഡ്രസ്സും അതിൻ്റെ നെറ്റ്വർക്കുമായി ബന്ധപ്പെട്ടുള്ള ഡീറ്റെയിൽസുകളും നമുക്ക് അവൈലബിൾ ആയിട്ട് കിട്ടും. സോ നമുക്ക് ഇനി IP അഡ്രസ്സുകളെ ക്ലാസിഫിക്കേഷൻ ചെയ്യുന്നതിന് മുന്നേ ആയിട്ട് അല്ലെങ്കിൽ അതിനെക്കുറിച്ച് നമ്മൾ പറയുന്നതിനായിട്ട് മുന്നേ ആയിട്ട് നമുക്ക് IP അഡ്രസ്സുകൾ ഏതൊക്കെ രീതിയിലാണ് നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുള്ളത് നോക്കാം. ഒന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്റ്റാറ്റിക് IP അഡ്രസ്സ് എന്ന് പറയും. രണ്ടാമത്തെ നമുക്ക് ഡൈനാമിക് IP അഡ്രസ്സ്. ഓക്കെ, മൂന്നാമത്തെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് നമ്മൾ മാനുവലി, അത് സ്റ്റാറ്റിക്സ് ആൻഡ് ഡൈനാമിക്സ് അല്ല, നമ്മൾ മാനുവലി ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാറുണ്ട്, IP അഡ്രസ്സ് കോൺഫിഗറേഷൻ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ ഇനി പ്രൈവറ്റ് IP അഡ്രസ്സുകളുണ്ട്, അതുപോലെ തന്നെ പബ്ലിക് IP അഡ്രസ്സുകളുണ്ട്. ഇങ്ങനെ IP അഡ്രസ്സുകൾ നമ്മൾ ഇങ്ങനെയുള്ള കുറച്ച് ക്ലാസിഫിക്കേഷൻസ് എന്ത് ചെയ്യുക, ഈ ടൈപ്സ് ഓഫ് IP അഡ്രസ്സുകൾ എന്ത് ചെയ്യുന്നുണ്ട്, വരുന്നുണ്ട്. ഡൈനാമിക്കലി ആവാം, അല്ലെങ്കിൽ സ്റ്റാറ്റിക്സ് ആയിരിക്കാം, അല്ലെങ്കിൽ പ്രൈവറ്റ് ആയിരിക്കും, അല്ലെങ്കിൽ പബ്ലിക് IP അഡ്രസ്സുകളായിരിക്കാം. ഓക്കെ, സോ ഇനി IP അഡ്രസ്സ് A മുതൽ E വരെ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞു. അതിനകത്ത് A, B, C കഴിഞ്ഞാൽ D and E എന്ന് പറയുന്നത് നമ്മൾ മൾട്ടി റിസർച്ച് പർപ്പസിന് വേണ്ടിയിട്ട് റിസർവ് ചെയ്തിരിക്കുന്ന ഒരു അഡ്രസ്സ് കൂടിയാണ് DE എന്ന് പറയുന്ന ക്ലാസ്സുകൾ. അപ്പോൾ നോർമലി നമ്മളൊരു നെറ്റ്വർക്ക് ഫേമിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന A മുതൽ C ക്ലാസ് വരെയുള്ള IP അഡ്രസ്സുകളായിരിക്കും. സോ ഇതോടൊപ്പം തന്നെ ഇതിനകത്ത് സബ്നെറ്റ് മാസ്ക് എന്ന് പറയുന്ന വരുന്നുണ്ട്. സബ്നെറ്റ് മാസ്ക്, അതുപോലെ തന്നെ ഡിഫാൾട്ട് ഗേറ്റ് വേ വരുന്നുണ്ട്, അതുപോലെ തന്നെ DNS വരുന്നുണ്ട്. ഓക്കെ, ഇതൊക്കെ നമുക്ക് ഒരു ഡീപ്പായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് IPയെ കുറിച്ച് മാത്രമായിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ എടുക്കാം. സോ IP അഡ്രസ്സ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 1.0.0.127 എന്ന് പറയുന്നതാണ് നമ്മുടെ ഒരു A ക്ലാസ് അഡ്രസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ 1 മുതൽ നമ്മൾ 127 വരെ നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യുന്ന IP അഡ്രസ്സുകൾ A ക്ലാസ് ആയിരിക്കും. ഫോർ എക്സാമ്പിൾ ഒരു 10.0.0.1 എന്ന് പറയുന്ന ഒരു IP അഡ്രസ്സ് A ക്ലാസ് ആണ്, അല്ലെങ്കിൽ 50.0.0.1 അത് A ക്ലാസ് അഡ്രസ്സാണ്, അല്ലെങ്കിൽ 100.0.0.1 എന്ന് പറയുന്നത് A ക്ലാസ് അഡ്രസ്സാണ്. അപ്പോൾ അത് A ക്ലാസ്സുമായി ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളിലേക്ക് എത്തി. ഇനി B ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത് 128 മുതലാണ്, 128 മുതലാണ് B ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 128 മുതൽ 191 വരെ 191 വരെ കൊടുക്കുന്നത് നമ്മുടെ B ക്ലാസ് അഡ്രസ്സാണ്.
അപ്പോൾ ഒരു നെറ്റ്വർക്കിലേക്ക് നമ്മൾ ബി ക്ലാസ് അഡ്രസ്സ് ആണോ അത് എ ക്ലാസ് അഡ്രസ്സ് ആണോ എന്നുള്ളത് ഈ ഐ പി അഡ്രസ്സിൻ്റെ ക്ലാസിഫിക്കേഷൻസ് നോക്കിയാൽ മാത്രം, അല്ലെങ്കിൽ ഐ പി അഡ്രസ്സ് പ്രോപ്പറായിട്ട് അറിഞ്ഞെങ്കിൽ മാത്രം നമുക്ക് ആ നെറ്റ്വർക്കിലേക്ക് കണക്ട് ചെയ്യാനും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനും പറ്റുള്ളൂ. അതോടൊപ്പം തന്നെ നമ്മൾ സി ക്ലാസ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് 192 സ്റ്റാർട്ട് ചെയ്യുന്നതാണ് ഐ പി അഡ്രസ്സ് സി ക്ലാസ് വരുന്നത്. 224 വരെ വരുന്നത് നമുക്ക് സി ക്ലാസ് അഡ്രസ്സാണ്. അപ്പോൾ ഇങ്ങനെ ഈ സി ക്ലാസ് അഡ്രസ്സിലുള്ള ഐ പി അഡ്രസ്സുകൾ നമുക്ക് നമ്മുടെ മൊബൈൽ ഡിവൈസുകളിലോ അല്ലെങ്കിൽ ലാപ്ടോപ്പുകളിലോ ഡെസ്ക്ടോപ്പുകളിലോ സർവർ സിസ്റ്റങ്ങളിലോ ഒക്കെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ ഈ ഏത് ക്ലാസ്സാണ് അല്ലെങ്കിൽ ഏത് ഐ പി അഡ്രസ്സാണെന്നുണ്ടെങ്കിൽ അറിഞ്ഞെങ്കിൽ മാത്രമേ നമുക്ക് മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റുള്ളൂ. ഫോർ എക്സാമ്പിൾ ഡാറ്റ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഫോൾഡർ ഷെയർ ചെയ്യാനോ അല്ലെങ്കിൽ ഡ്രൈവ്സ് ലെവൽ സെക്യൂരിറ്റി കോംപ്ലിമെൻറ്റ് ചെയ്യാനോ അല്ലെങ്കിൽ ഡൊമൈൻ സെർവറുമായിട്ട് കണക്ട് ചെയ്യാനോ അല്ലെങ്കിൽ ഒരു വൈഫൈ കണക്ട് ചെയ്യാനോ ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം, ആ നെറ്റ്വർക്കിനകത്തുള്ള ഐ പി അഡ്രസ്സ് പ്രോപ്പറായിട്ട് നമുക്ക് എന്ത് ചെയ്യണം, അറിയണം. ഓക്കെ, സോ അപ്പോൾ ഐ പി അഡ്രസ്സ് എന്ന് പറയുന്നത് ഇത്രയേ ഉള്ളൂ. നമ്മൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഇൻ്റർനെറ്റ് പ്രോട്ടോക്കോളാണ് ഐ പി എന്ന് പറയുന്നത്. ഈ പ്രോട്ടോക്കോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ആണ് പ്രോട്ടോക്കോൾ എന്ന് പറയുന്നതും. ഇത് നമ്മൾ പ്രോപ്പറായിട്ട് കീപ്പ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, കണക്ടിവിറ്റി സ്റ്റാർട്ട് ചെയ്യാൻ കഴിയുള്ളൂ. കണക്ടിവിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഓരോ ക്ലാസ്സിൽ ബേസ്ഡ് ആയിട്ടുള്ള ഐ പി അഡ്രസ്സ് നമ്മൾ കോൺഫിഗറേഷൻ ചെയ്യണം. ഇത് നമുക്ക് പ്രൈവറ്റ് ആയിട്ടോ പബ്ലിക് ആയിട്ടോ ഡൈനാമിക് ആയിട്ടോ സ്റ്റാറ്റിക് ആയിട്ടോ നമുക്ക് എന്ത് ചെയ്യാം, കോൺഫിഗറേഷൻ ചെയ്യാം. ഒപ്പം തന്നെ ഈ പ്രോട്ടോക്കോൾ റൂൾസ് ആൻഡ് റെഗുലേഷൻസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്താൽ മാത്രമേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതിനകത്തേക്കുള്ള കണക്ടിവിറ്റി നമുക്ക് എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, സോ നമുക്ക് ഐ പി അഡ്രസ്സിൻ്റെ ഒരു ഡീപ്പ് കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോസിൽ കാണാം. താങ്ക് യു.